നമസ്കാരം. കേന്ദ്ര സർക്കാർ എത്രയൊക്കെ സഹായം നൽകിയാലും അതൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് കേരള സർക്കാരിന്റെ നിലപാട്. തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനായി കേന്ദ്ര സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കിയാൽ പോലും അതൊന്നും കൃത്യമായി കൊണ്ടുപോകാൻ കേരള സർക്കാരിന് കഴിയുന്നില്ല. എന്നാൽ ഈ സർക്കാർ തന്നെ മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും ഇപ്പോൾ കേന്ദ്രം നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഇതാ കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡുവായ 22,000 കോടി രൂപ രാജ്യത്തെ 10 കോടി കർഷകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറിയിരിക്കുകയാണ്. ഇതോടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകർക്ക് കൊടുത്തത് 3.5 ലക്ഷം കോടി രൂപയായി. PM കിസാൻ പദ്ധതി 6 വർഷം പൂർത്തിയാക്കിയ വേളയിൽ ബീഹാർ ഭഗൽപൂരിലെ ചടങ്ങിലാണ് പ്രധാനമന്ത്രി പദ്ധതിയുടെ 19ാം ഗഡു വിതരണം ചെയ്തത്. 2.41 കോടി സ്ത്രീ കർഷകർ ഉൾപ്പെടെ 9.8 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം നൽകിയത്. ഒക്ടോബറിൽ 19ാം ഗഡുവായി 9.4 കോടി കർഷകർക്ക് 22,000 കോടി രൂപ നൽകിയിരുന്നു. 2,000 വീതമുള്ള 3 ഗഡുകളാക്കി വർഷം 6,000 രൂപയാണ് കേന്ദ്രം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കുന്നത്. പ്രധാനമന്ത്രി എക്സിലൂടെ രാജ്യത്തെ കർഷകർക്ക് അഭിനന്ദനങ്ങൾ നേർന്നു. PM കിസാന്റെ 6 വർഷം പൂർത്തിയാക്കിയതിന് രാജ്യമെമ്പാടുമുള്ള കർഷക സഹോദരീ സഹോദരന്മാർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതുവരെ ഏകദേശം 3.5 ലക്ഷം കോടി രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിയെന്നതിൽ എനിക്ക് അതിയായ സംതൃപ്തിയും അഭിമാനവുമുണ്ട്. ഈ ശ്രമം കർഷകർക്ക് സമൃദ്ധിയും പുതിയ ശക്തിയും നൽകുന്നെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിനും മഹത്തായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനും NDA സർക്കാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഹാകുംഭമേളയെ അധിക്ഷേപിക്കുന്നവരോട് ജനങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ലെന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുപോലും ലക്ഷക്കണക്കിന് ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഹാകുംഭമേളയെ പരിഹസിച്ച RJD നേതാവ് ലാലു യാദവിന്റെ പരാമർശത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ 76,000-ലധികം കർഷകർക്ക് പ്രയോജനമുണ്ടാവും. കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയാണിത്. ഇത് സംസ്ഥാനത്തെ കർഷകർക്കുള്ള സമ്മാനമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് പറഞ്ഞു. മുൻ കോൺഗ്രസ് സർക്കാരുകൾ ഒരിക്കൽ പോലും കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പണം നേരിട്ട് നൽകിയിട്ടില്ലെന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. അതേസമയം 2019 ഫെബ്രുവരി 24-നാണ് കേന്ദ്ര സർക്കാർ PM കിസാൻ സമ്മാൻ നിധി യോജന ആരംഭിച്ചത്. ചെറുകിട കർഷകർക്ക് കാർഷിക വൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക സഹായമാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ നൽകുന്നത്. വായ്പയെടുത്ത് വിത്തും വളവും വാങ്ങിയിരുന്ന കർഷകരുടെ കൈകളിലേക്ക് പദ്ധതി വഴി തുക എത്തിയതോടെ കാർഷിക ചെലവുകൾ നിറവേറ്റാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.